പൂജനീയ അച്യുത ഭാരതി സ്വാമിയാർ, വേദിയിലുള്ള മറ്റ് മഹത്തുക്കളെ, ഇന്നിവിടെ കൂടിയിരിക്കുന്ന പ്രിയ ബന്ധുക്കളെ, നമ്മളിപ്പോൾ 2ാം വർഷമാണ് ഇങ്ങനെയൊരു കൂടിച്ചേരൽ. കഴിഞ്ഞ വർഷം കൂത്താട്ടുകുളത്ത് എൻ്റെ ഇല്ലത്ത് വെച്ച് ഇങ്ങനെ ഒരു കൂടലുണ്ടായി. 2ാമത്തെ വർഷം നമുക്ക് ഇവിടെ വീണ്ടും ഇങ്ങനെ കൂടാൻ ഒരു ഭാഗ്യമുണ്ടായി. എനിക്ക് തോന്നണേ ധാരാളം ആളുകൾ ഓൺ ദി വേ ആണ്. കാരണം മഴ രാവിലെ നമ്മളെ കുറച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആളുകളൊന്നും മടിക്കുന്നുണ്ടോ വരണമെന്നൊക്കെ സംശയിക്കുന്നുണ്ട്. ഇവിടെ വന്നാൽ മഴയൊരു പ്രശ്നമല്ല എന്നുള്ളത് ഇവിടെ വന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആളുകൾ എന്തായാലും എത്തും. ഈ 2 ദിവസം, കഴിഞ്ഞ വർഷം നമ്മൾ 2 ദിവസം നമ്മളൊരു ആസ്വദിച്ച ഒരു സുഖം ഉണ്ടായിരുന്നു. കുടുംബത്തെല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ കിട്ടുന്ന ഒരു സുഖത്തിന്, എന്താണ് ആ സുഖം എന്ന് നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്. ആ സുഖം ആസ്വദിക്കുക എന്നുള്ളതാണ് ശരിക്കും നാം എന്ന നമ്മുടെ ഈ കാഴ്ചപ്പാടിൻ്റെ ലക്ഷ്യവും. അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയൊരു കാര്യം മാത്രമാണ്. അതോടൊപ്പം തന്നെ നമുക്കൊത്തിരി മാറ്റങ്ങൾ, കാരണം വേറൊന്നുണ്ട്, നമുക്കൊത്തിരി മാറ്റങ്ങൾ ഈ കൂടിച്ചേരുകളിൽ നമുക്കുണ്ടാവുന്നുണ്ട്. നാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ചപ്പോൾ ഇത് കൂടിച്ചേരുക, എല്ലാവരും ആദ്യം ഒരുമിച്ച് കൂടുക. ഒരുമിച്ച് കൂടിയതിന് ശേഷം ഓരോരുത്തർക്കും എന്തെല്ലാം വേണം, എന്തെല്ലാം ആവശ്യമുണ്ട്, എന്തെല്ലാം ആഗ്രഹമുണ്ട്, ഓരോരുത്തർക്കും എന്തെല്ലാം തരത്തിലുള്ള ഗുണങ്ങൾ ലഭിക്കാം അല്ലെങ്കിൽ ലഭിക്കണം എന്ന് ചിന്തിച്ച് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സാധനങ്ങൾ, അതാത് കാര്യങ്ങൾ ഇവിടെ നിന്നും എടുത്തുകൊണ്ട് പോകാൻ കഴിയുക. നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയണവർക്ക് ആസ്വദിക്കാൻ കഴിയണം, മനസ്സിലാക്കാൻ കഴിയേണ്ടവർക്ക് മനസ്സിലാക്കാൻ കഴിയണം, വിജ്ഞാനം നേടാൻ കഴിയേണ്ടവർക്ക് അതിന് കഴിയണം, കുട്ടികൾക്ക് കൂട്ടുകൂടാൻ കഴിയണം, സംസ്കാരം പഠിക്കാൻ കഴിയണം. നമ്മളൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള അവസരമുണ്ടാവണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു ഫലമാണ് ഈ നാം 2023 2024. ഇന്നിവിടെ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും. ഒരു വല്ലാത്ത ഒരു ഫീലാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പം ഏട്ടാ ഏടത്തി അപ്പാന്നൊക്കെ വിളിക്കുമ്പോൾ, കാരണം എന്താ പറയുക, ആ തോന്നുന്ന ഒരു നൊസ്റ്റാൾജിക്ക് നമുക്ക് വേറെ ഏത് തരത്തിലാണ് നമുക്ക് കണക്ക് പറയാൻ കഴിയുക, എന്ത് ഫോർമാലിറ്റിയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. ഇപ്പോൾ ഇവിടെ വേദിയിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നും ഫോർമലായിട്ട് നമുക്ക് പറയാനില്ല. ആരോടാണ് സംസാരിക്കണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ കാരണവന്മാരോടാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ അനിയന്മാരോട്, നമ്മുടെ കുട്ടികളോടാണ് സംസാരിക്കേണ്ടത്. ഇവരോടൊക്കെ എന്ത് ഫോർമാലിറ്റി നമ്മൾ കാണിക്കാം? അപ്പോൾ അത്തരം ഒരു തരത്തിലുള്ള ഫോർമാലിറ്റി ഇല്ലാത്ത 2 ദിവസം, ഈ 2 ദിവസത്തിൽ യാതൊരു തരത്തിലുള്ള ഫോർമാലിറ്റി ഇല്ല. ഇവിടെയുള്ള ചർച്ചകളായിക്കോട്ടെ, കലാപരിപാടികളായിക്കോട്ടെ, അത് വേറുന്നുണ്ട്. അത് നമ്മുടെയാണ്, ഇത് നടത്തുന്നത് നമ്മളാണ്, ആസ്വദിക്കുന്നത് നമ്മളതാണ്, പറയുന്നതും കേൾക്കുന്നതും നമ്മളാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഒന്നാണ് നാം. ആ നാം എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെ നമുക്ക് എല്ലാ കാലത്തും മുമ്പോട്ട് പോകാൻ നമുക്ക് ഇതുകൊണ്ട് കഴിയണം എന്നാണ് മോഹം. ഇന്നിവിടെ നമ്മൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും നമ്മൾ ഈ കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിൽ തന്നെയുള്ള വളരെയേറെ മഹത്തുക്കളുണ്ട്. അവരുടെ സ്വന്തം ജീവിതം മുഴുവൻ അവരുടെ കർമ്മമണ്ഡലത്തിൽ മാത്രം മാറ്റിവെച്ച ധാരാളം മഹത്തുക്കൾ. അവരെയൊക്കെ പലപ്പോഴും ഒരുപക്ഷെ ഓർക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഓർക്കാനോ മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. അവരെയൊക്കെ ഓർക്കുമ്പോഴും അവരെയൊക്കെ മനസ്സിലാക്കുമ്പോഴും അവരുടെയൊക്കെ അനുഗ്രഹത്തിനായിട്ട് അവർ നമ്മളെ ആദരിക്കുമ്പോഴൊക്കെ നമ്മൾ എന്തുമാത്രമാണ് കൂടുതൽ പഠിക്കുക എന്നും കൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ 5 മഹത്തുക്കളെ നമ്മളിവിടെ ആദരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വാമിയാരെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്തു മഹത്തായ ഒരു കാലത്ത്, കാരണം അദ്ദേഹം ഒരു സംസ്കൃത അധ്യാപകനായിരുന്നു, ഭാഗവതോത്തമനായിരുന്നു. അപ്പോൾ ഒരു ജീവിതം മുഴുവൻ ശരിക്കും അതിലേക്ക്, ആ ഒരു പ്രത്യേക മാർഗത്തിലേക്ക്, ഭഗവത് മാർഗത്തിലേക്ക് മാത്രം സഞ്ചരിച്ച് സ്വാമിയാരായിട്ടുള്ളൊരു മഹത്തുക്കളാണ് ഇന്നിവിടെ ഗുരുബോധനായിട്ട് നമ്മുടെ അടുത്ത് എത്തിയിട്ടുള്ളത്, നമ്മളെ അനുഗ്രഹിക്കാൻ എത്തിയിട്ടുള്ളത്. ഇന്നിവിടെ നമ്മൾ ആദരിക്കുന്ന മഹത്തുക്കളെ പറ്റി പറയുകയാണെങ്കിൽ
കാണിപ്പയ്യൂർ കൃഷ്ണേട്ടനെ പറ്റി ഞാൻ ആളല്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അദ്ദേഹത്തെ അറിയാത്തവരാരും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിൻ്റെ രീതി, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കാണുന്ന ഒരു രീതി മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ധാരാളം വാസ്തു വിദഗ്ധരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും പ്രാക്ടിക്കലായിട്ടും ശരിക്കും ശാസ്ത്രീയമായിട്ടും ഇതിനെ വിശകലനം ചെയ്ത വേറൊരാൾ, അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം. വേറെ ആളുകളില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. തീർച്ചയായിട്ടും ധാരാളം ആളുകളുണ്ടാവും, മഹത്തുക്കൾ തന്നെ ഉണ്ടാവും. കാരണം ശാസ്ത്രം എന്നുള്ളത് ശാസ്ത്രീയമായി തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം പഴയ കാലഘട്ടവും ഈ കാലഘട്ടത്തിൻ്റെയും വ്യത്യാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള മാറ്റങ്ങൾ. ഇന്നിപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശ്രീധരീയം എന്ന ക്യാമ്പസിൽ അദ്ദേഹം കാണാത്ത, അല്ലെ അദ്ദേഹം നോക്കാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. എത്ര കാലമായിട്ട് ഈ ഒരു കർമ്മത്തിൽ അത്രയധികം അർപ്പിച്ച അദ്ദേഹത്തിനെ ആദരിക്കാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വാങ്ങാനും കഴിയുക. അതുപോലെ പിന്നെ ഇന്നിവിടെ എത്തിയില്ല ദാസേട്ടൻ VG ദേവദാസ് നമ്പൂതിരിപ്പാട്. അദ്ദേഹം യഥാർത്ഥത്തിൽ എൻ്റെ ഗുരുനാഥനാണെന്ന് തന്നെ പറയാം. ഞാനൊരു പക്ഷേ ഒരു വ്യവസായി ആയത് ദാസേട്ടനെ കണ്ടിട്ടാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. കാരണം ഞാനൊരു പക്ഷേ 7ലോ 8ലോ പഠിക്കുന്ന കാലത്താണ് നാഗാർജുന ആരംഭിക്കുന്നത്. നാഗാർജുനയുടെ ആദ്യകാല കുറച്ച് പ്രൊഡക്ഷൻ എൻ്റെ ഇല്ലത്ത് വെച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കണ്ടാണ്, ഒരുപക്ഷെ ആ സമയത്തുള്ള പ്രവർത്തനങ്ങൾ കണ്ടും ഒക്കെയാണ് എനിക്ക് ഇതിനോട് അല്ലെങ്കിൽ ഒരു വ്യവസായി ആവണം, ഒരു ഓൺട്രപ്രണർ ആവണം എന്നൊക്കെ ഒരു തോന്നലോ അല്ലെങ്കിൽ മോഹമോ എനിക്കുണ്ടായത്. അന്ന് എനിക്ക് പ്രായം 15 ഉള്ളൂ എന്നാൽ പോലും. അതിൻ്റെ ഓരോ നാഗാർജുന എന്ന പ്രസ്ഥാനത്തിൻ്റെ ഓരോ ഭാവങ്ങൾ അല്ലെങ്കിൽ ഓരോ സ്റ്റേജുകളും കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കൂടെ നിന്നിട്ട്. ഞാൻ ഒരിക്കലും അവിടെ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ പുറമേ നിന്ന് ധാരാളം കണ്ടിട്ടുണ്ട്. അച്ഛനും ഇവരൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് മറ്റ് വ്യവസായികളിൽ നിന്നും ദാസേട്ടനെ വ്യത്യസ്തനാക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ധാരാളം പ്രൊഫഷണലായിട്ടുള്ള വ്യവസായികളുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ. പക്ഷേ പ്രൊഫഷണലിസം ആദ്യം വ്യവസായത്തിൽ കൊണ്ടുവന്ന ഒരു നമ്പൂതിരി ഒരുപക്ഷെ ദാസേട്ടനാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഒരു പ്രസ്ഥാനം 1988 ആരംഭിക്കുന്ന സമയത്ത് പരമാവധി ടെക്നോളജിയും സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രൊഫഷണൽ മാനേജ്മെൻറ്റും, ഒരുപക്ഷെ കമ്പ്യൂട്ടറൊക്കെ ഇറങ്ങിയ സമയത്ത് തന്നെ ആദ്യം ആയുർവേദ കമ്പനികളൊന്നും സോഫ്റ്റ്വെയറിനെ പറ്റിയൊന്നും ചിന്തിക്കാത്ത കാലത്ത് ആദ്യം സോഫ്റ്റ്വെയറും ഒക്കെ കൊണ്ടുവന്ന, കുടുംബത്തുള്ള ബന്ധുക്കളെ പോലും അവിടെ പ്രൊഫഷണൽ സ്റ്റാഫായിട്ട് മാത്രം നിയമിച്ച ഹൈ പ്രൊഫഷണലിസം കൊണ്ടുവന്ന ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അത് നാഗാർജുനയാണ്. അത് ആ ഒരു വലിയ കാഴ്ചപ്പാട് ഇന്നും ആ പ്രൊഫഷണലായിട്ട് ആ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ അന്ന് തുടങ്ങിയ കാഴ്ചപ്പാടിൻ്റെയാണ്. അപ്പോൾ യഥാർത്ഥ ഒരു ഓൺട്രപ്രണർ എന്തായിരിക്കണം അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് ശരിക്കും ദാസേട്ടനിൽ നിന്ന് വളരെയധികം പഠിക്കാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ബാബു നമ്പൂതിരിനെ പറ്റിയും ഒന്നും പറയാനില്ല. ഞാൻ 1974 ജനിക്കുന്നത്. 1978 ബാബുവേട്ടൻ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 46 വർഷമായി. എൻ്റെ ഒരു ധാരണ ഒരുപക്ഷെ നമ്പൂതിരിമാരെ ഇടയ്ക്കുന്നുള്ള ആദ്യത്തെ നടൻ ബാബുവേട്ടനാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് ബാബുവേട്ടൻ സമ്മതിച്ചില്ല. കാരണം അതിനു മുമ്പ് പ്രേംജി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഒരുപക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പ്, അന്നും ഇന്ന് നമ്പൂതിരി എന്നുള്ളൊരു വാലുള്ള അല്ലെങ്കിൽ നമ്പൂതിരി എന്ന അഭിമാനത്തോടെ പറഞ്ഞ് അഭിനയിക്കാൻ പോയിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് എന്തായാലും സംശയമാണ്. എത്രയെത്ര കഥാപാത്രങ്ങൾ, പഴയ കഥാപാത്രവും അന്നും ഇന്നുമുള്ള അഭിനയമൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരൊരു മഹത്തിനേക്ക് നമുക്ക് ആദരിക്കാനോ അല്ലെങ്കിൽ അനുഗ്രഹം മേടിക്കാനോ കഴിയുക ഒരു മഹാഭാഗ്യമാണ്. അതോടൊപ്പം തന്നെ മലമേൽ നീലകണ്ഠൻ നമ്പൂതിരി ഇപ്പോൾ യുവജനോത്സവ വേദിയിൽ നമ്മൾ പഴയടം മോഹനേട്ടനെ പറ്റിയാണ് നമ്മളിപ്പം കേൾക്കുക. പഴയ മോഹനേട്ടൻ യുവജനോത്സവത്തെ വേദികളിൽ എത്തിയിട്ട് കുറേ വർഷമായി, 10-15 വർഷമായി എന്ന് തോന്നുന്നു. അതിനു മുമ്പ് 25 വർഷത്തോളം ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ യുവജനോത്സവ വേദികളും അല്ലെങ്കിൽ എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന ഒരു പേരാണ് മലമേൽ നീലകണ്ഠൻ നമ്പൂതിരി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്പൂതിരിമാരിൽ ദേഹണ്ണത്തിന് നമ്പൂതിരിമാരെ ഏൽപ്പിക്കണം, നമ്പൂതിരിമാരാണ് ദേഹണ്ണത്തിന് ഏറ്റവും ബെസ്റ്റ് എന്ന ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തത്
മലമേൽ ഏട്ടനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ നമ്പൂതിരിയും ദേഹണവും എന്നുള്ളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തത് അദ്ദേഹമാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ പോലെ ഒരാളെ നമുക്ക് അനുമോദിക്കാൻ അല്ലെങ്കിൽ ആദരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു കുറവ് തന്നെയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടില്ല, അദ്ദേഹം നാളെ എത്തിച്ചേരാമെന്നുള്ള KPC വിഷ്ണു ഭട്ടതിരിപ്പാട് വളരെയധികം നിരവധി ക്ഷേത്രങ്ങളെ പാരമ്പര്യമായിട്ട് തന്നെ തന്ത്രിയായിട്ടുള്ള സ്വയം പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ധാരാളം ക്ഷേത്രങ്ങൾ രാജ്യം മുഴുവനുള്ള അദ്ദേഹത്തെയും ആദരിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് ലഭിച്ചു. ഇന്നത്തെ ഈ വേദിയിൽ സത്യത്തിൽ നമ്മൾ അവരെ ആദരിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, അവരുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അവരെ നമസ്കരിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹം നമ്മളെല്ലാവർക്കും ഉണ്ടാവണം, അല്ലെങ്കിൽ അവർ ചെയ്ത പോലെ തന്നെ നമുക്കും പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.